ഹലോ എല്ലാവർക്കും നമസ്കാരം. ജോസ്മിയാട്ടോ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ലൈവായിട്ട് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുവാവകളെ നമ്മൾ കുളിപ്പിക്കുന്നത് ഉള്ളതാണ് കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് കുളിപ്പിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുളി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഓയിൽ മസാജ് ചെയ്യുന്നത് ജോർഡൻ മാമിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവൻ്റെ മേത്ത് തൊട്ടാൽ അവനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തിരുമിയാൽ പോലും അവന് ഇഷ്ടമല്ല അവൻ്റെ മേത്ത് ഓടുന്നത്, പ്രത്യേകിച്ച് മുഖത്ത്. പക്ഷെ എന്നാൽ അതേ സമയത്ത് കുളിക്കാനാണെന്നുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. കുളിക്കാനാണ് ഞങ്ങൾ എത്ര നേരമെങ്കിലും ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കും, കരയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നോർമലി ഞാൻ സമയമൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ കുളിപ്പിക്കാറ്. ഇന്ന് ഞാൻ അങ്ങനെയല്ല, ഞാൻ വേഗത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് കുട്ടികളെ വേഗത്തിൽ കുളിപ്പിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് പുതിയ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. വീട്ടിൽ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉള്ളവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇപ്പം ഞങ്ങളെപ്പോലെയൊക്കെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിൽക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ജോർഡിന് ഇവിടെ കുളിക്കാൻ വേണ്ടി റെഡിയായിട്ട് അവൻ്റെ ബാത്തബിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ അവരുടെ എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടാണ്. ഇപ്പോൾ അവരുടെ വെള്ളം, ബാത്തബിൽ, അതുപോലെ അവരുടെ സോപ്പ്, അതുപോലെ അവരുടെ എണ്ണ, എന്തൊക്കെ നിങ്ങൾ കുളിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ കൈക്ക് എത്തും പാകത്തിന് നമ്മുടെ കയ്യിൽ സംഭവം ഉണ്ടായിരിക്കണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പകുതി വെച്ചിട്ട് ബാത്തബിൽ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തലയിൽ വെള്ളമൊക്കെ ഇറങ്ങാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ അടുത്തുണ്ടാവണം. പിന്നെ ഇപ്പം നമ്മൾ തലയിൽ എണ്ണ തൂക്കാൻ പോവുകയാണ്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ്, കുളിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാട്ടോ ഞാൻ തലയിൽ എണ്ണ തൂക്കാറ്. അത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇത് ഞാൻ വെർജിൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഉരുക്ക വെളിച്ചെണ്ണയില്ലേ. അപ്പോൾ അത് കുറച്ച് മുഖത്തോട്ടും കുറച്ച് മേത്തോട്ടൊക്കെ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അതിന് മുമ്പാണ് ഞാൻ ബോഡി മസാജ് ചെയ്തിട്ട് ഓയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിടാറ് കേട്ടോ. പിന്നെ ഇപ്പം കുളിപ്പിക്കുന്നതുകൊണ്ടാണ് ഷോർട്ട്സൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ദേഹത്തോടൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിക്കുക, എന്നിട്ട് സോപ്പ് എടുക്കുക. വേഗം പരിപാടികൾ തീർത്തോളുക കേട്ടോ. ഞങ്ങൾ കുറച്ച് വിശാലമായിട്ടാണ് കുളിക്കുന്നതെങ്കിലും നിങ്ങൾ അങ്ങനെ സമയം എടുക്കേണ്ട, പെട്ടെന്ന് പരിപാടി തീർത്തോളുക. കയ്യിലും കാലിലും, അതുപോലെ അവരുടെ ആൻഡ്രാമിൻ്റെ അടിയിലും, അത് കഷത്തിൻ്റെ അടിയിലും, അതുപോലെ അവരുടെ പ്രൈവറ്റ് പാർട്സിൻ്റെ രണ്ട് സൈഡിലും, തൊടേൻ്റെ ഇടിക്കെന്ന് പറയില്ല, അതിൻ്റെയൊക്കെ ഇടയിലൊക്കെ ആയിട്ട് എപ്പോഴും ഇങ്ങനെ ചെളികൾ ഇങ്ങനെ കെട്ടിക്കിടക്കും, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ചെളികൾ കെട്ടിക്കിടക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് കഴുകുക. ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗം കഴുകിയതിന് ശേഷം നമ്മൾ കുഞ്ഞിനെ പതുക്കെ കമത്തി കിടത്തുക. അപ്പം മുഖമൊക്കെ ഒന്ന് കഴുകുക കേട്ടോ. മുഖമൊക്കെ അതൊന്ന് കഴുകുന്ന നേരത്തിൽ ചെവിക്കകത്ത് നറുക്കുകളും പൊടികളും എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴുകിക്കളയുക. എന്നിട്ട് ശേഷം നമ്മൾ കുഞ്ഞിനെ പതുക്കെ ഇങ്ങനെ കമത്തി കിടത്തിയിട്ട് സോപ്പ് പുറത്തോട്ട് അപ്ലൈ ചെയ്യുക. അപ്പം അതുപോലെ നമ്മൾ ബാക്കിൽ കമത്തി കിടത്തുമ്പോൾ നമുക്കറിയാം അവരുടെ ബട്ടക്സും കൂടെ നമ്മൾ ആ സമയത്ത് ക്ലീൻ ചെയ്യണം, കഴുകുമല്ലോ. ഇപ്പോൾ ഞാൻ ഷോയും പോകുന്നോട് പറയുന്നത് ഷോർട്സ് ഇട്ടുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ. അപ്പം അതുപോലെ നന്നായിട്ട് കഴുത്തിൻ്റെ ഇടയിലും കഴുത്തിൻ്റെ പുറകുവശത്തൊക്കെ ആയിട്ട് നമ്മൾ കാൽപാദവും എല്ലാം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുക. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് എൻ്റെ ഫൈനൽ ഭാഗത്തോട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ഷോർട്സ് ഞാൻ ഊരി. അപ്പം എല്ലാം അവൻ്റെ പ്രൈവറ്റ് പാർട്സും എല്ലാം കുഞ്ഞാവകളുടെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനിയാണ് നമ്മൾ തലയിൽ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. ഫേസ് നന്നായിട്ടൊന്ന് കഴുകുക. അതുപോലെ തല ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു വെള്ളം ഒന്ന് പറ്റിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകി എടുത്തേച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് നീരിറങ്ങും, അതുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങുന്നത്. പ്രശ്നമില്ലാത്ത കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പം നമ്മൾ ആദ്യം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ ബാത്ത് ടവൽ എടുത്തിട്ട് ആദ്യം നമ്മൾ തല നന്നായിട്ട് നമ്മൾ തുടയ്ക്കുക ഫസ്റ്റ്. ദെൻ നമ്മൾ ബോഡിയിലോട്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ബാത്ത് ടവൽ വെച്ച് ഇവനെ മൊത്തത്തിൽ ഞാൻ അങ്ങ് ചുറ്റി പിടിക്കും. അപ്പോൾ അവൻ്റെ വെള്ളമെല്ലാം തന്നെ അതിലോട്ട് മാക്സിമം ഉള്ളതെല്ലാം കൂടെ വലിയും. പിന്നെ ഇടുക്കുകളിൽ ചില വരകളിലോട്ടൊക്കെയുള്ള വെള്ളം മാത്രമേ നമുക്ക് എടുത്ത് കളയാനുള്ളൂ കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. ഞാൻ കുറേ ടെൻഷൻ അടിച്ചാണ് എങ്ങനെയാണ് ഞാൻ കുഞ്ഞിനെ ഒറ്റയ്ക്ക് കുളിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വെറും സിമ്പിളായിട്ടുള്ള കാര്യമാണെന്നുള്ളത്. നമ്മുടെ ബാത്ടബും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കുളിപ്പിക്കുക കേട്ടോ. ഇനി ആരും ടെൻഷൻ അടിക്കുകയും പേടിക്കുകയൊന്നും വേണ്ട, നമ്മളെ കൊണ്ട് പറ്റുമില്ല എന്നുള്ളത്. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം തല ഒന്ന് കൃത്യമായിട്ട് നമ്മൾ തുടയ്ക്കണം എന്ന് മാത്രം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.